ആശുപത്രിയിൽ വെച്ച് അർച്ചനയുടെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയ താലി പെരുവണ്ണാവരത്തെ അപ്പന്റെ മുമ്പിൽ വെച്ച് കെട്ടിക്കൊടുക്കാന്ന് നേർച്ച പറഞ്ഞല്ലേ? അതെ. അത് ശരിയാ. ഏറ്റവും ആദ്യം നടത്തേണ്ടത് അതാ. ഇന്നലെ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷേത്രം വരെ പോയി. പക്ഷെ ക്ഷേത്രം അടച്ചോണ്ട് അത് നടന്നില്ല. ഇതിനൊക്കെ പോകുമ്പോ സമയത്തിനും കാലത്തിനും ഒക്കെ ഇറങ്ങണ്ടേ സച്ചി? അതെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഈരടുത്തി. ഇവിടെ ഒരാളെ അമ്പലം അടയ്ക്കാൻ തുടങ്ങുമ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ വഴി നീളെ ഫോൺ വിളിയും. അർച്ചന, അത് ഇന്നലെ നടക്കാതിരുന്നത് നല്ലതിനാ. ഇനി ആ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങൾക്കും കൂടി വരാല്ലോ. അത് ശരിയാ. എന്നാ പിന്നെ അതേ നടക്കട്ടെ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും കൂടെ പെരുവണ്ണാപുരത്ത് വെച്ച് നടത്തിയാലോ? സാധാരണ നൂലുകെട്ട് അമ്പലത്തിൽ വെച്ച് നടത്താറുണ്ടോ? ചോറ് കൊടുക്കുന്ന മാത്രമല്ലേ നടത്താറുള്ളൂ? അല്ല, ഇൻക്യുബേറ്റർ ഇരുന്നോണ്ട് 28 ദിവസം കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഇനിയും എവിടെ വെച്ചോണെങ്കിലും നടത്താം. ആ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം സേതുവേട്ടന് ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? എന്തായിരുന്നു അംഗം? ഇവിടെ വന്നപ്പോ മല പോലെ വന്നത് എലി പോലെയായി. ഇപ്പൊ അങ്കിള് പറയുന്ന വേദവാക്യം. അമ്മയുടെ സ്വഭാവം അനൂപേട്ടൻ അറിയില്ലേ? ആദ്യമൊക്കെ ബഹളം വെക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സേതു അങ്കിള് പറയുമ്പോ അതങ്ങോട്ട് അംഗീകരിക്കും. സേതുവേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ എതിർത്ത് പറയാൻ പറ്റുമോ? അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി തീരുമാനിക്കാം. ഉടൻ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടെ വെച്ച് തന്നെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തുന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുൻപിൽ സച്ചി അർച്ചനയുടെ കഴുത്തിൽ ആ താലി അങ്ങ് കെട്ടിക്കൊടുക്കും. അത് കൊള്ളാം. എന്താ, സമ്മതിച്ചോ? എനിക്കെന്തായാലും സമ്മതം. ഞങ്ങൾക്കും സമ്മതക്കുറവൊന്നുമില്ല അല്ലേ സച്ചേട്ടാ? ഞാൻ ഇപ്പൊ ആണെങ്കിലും റെഡിയാ. ഇവരുടെ താലികെട്ട് മിക്കവാറും വൈറലാകും. അല്ല, സകല വ്ലോഗർമാരും കണ്ടന്റ് നോക്കി നടക്കുക. ഇതറിഞ്ഞ് അവരെ ഓടിയെത്തും. ഇന്നത്തെ സദ്യക്ക് ഒരു ഇരട്ടി മധുരമുണ്ട് അല്ലേ കമലേ? അതെ അതെ. ആ മോളെ, നീ ആ പായസം കുറച്ചിങ്ങോട്ട് ഒഴിച്ച്. അതെ, അമ്മയ്ക്ക് അധികം കൊടുക്കണ്ട, ഷുഗർ ഉള്ളതാ. അയ്യാ പൊടി, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് ഒഴിക്കും മോളെ.